കുറച്ച് പയർ തോരൻ വെക്കാനാട്ടോ. അത് പയറില്ലപ്പോൾ വിചാരിച്ച് പയർ ജസ്റ്റ് ഒന്ന് തോരൻ വെച്ചേക്കാം. 11 കഴിഞ്ഞല്ലേ. എന്തൊക്കെ ജോലികളായി വീടായി കഴിഞ്ഞാലേ. പണ്ടൊക്കെ വീട്ടിൽ ചുമ്മാ വെറുതെ കുത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. തിന്നുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു അല്ലേ. പഠിക്കുവാണെന്ന് കള്ളവൻ പറഞ്ഞ് ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു, രസിച്ചിരിക്കുകയായിരുന്നു, കളിച്ച് രസിച്ച്. ഞാൻ മനസ്സിലായത് അതൊന്നും ഒരു ജോലിയല്ലായിരുന്നു. വീട്ടിൽ നമ്മളെ കൊണ്ട് അങ്ങനെ അധികം ജോലികളൊന്നും ചെയ്യിച്ചിട്ടില്ല. നമ്മളെ തുണി കഴുകുന്നു, അത് വഴക്കിട്ടൊക്കെ പോയി തുണി അലക്കുന്നു, പാത്രം കഴുകി കൊടുക്കുന്നു, മുറ്റം തൂക്കുന്നു, തൂത്തുവാരുന്നു, അതൊക്കെ തന്നെ ജോലി. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അതൊന്നും ഒരു ജോലിയല്ലായിരുന്നു, ഇതാണ് ജോലി. കർമ്മ ഉണ്ടല്ലോ ഒരു സാധനം. കൂടി തിരിച്ച് കിട്ടിയില്ലേ. ഇപ്പം നമ്മളെ ഫോണിൽ നോക്കിയപ്പോൾ കാണാം, നമ്മളെ അഖിൽ യൂട്യൂബർ വൈഫ് ഇതേപോലെ ഒളിച്ചോടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. എൻ്റെ പൊന്നി സ്നേഹിച്ച് കല്യാണം കഴിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അങ്ങ് ഒളിച്ചോടിയും പോകണ്ട, കല്യാണം കഴിഞ്ഞൊരു കൊച്ചുമായി നമ്മളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെയും പറയുന്ന പോലെ. പക്ഷെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല കേട്ടോ. നല്ലതായിട്ട് ജീവിതം പോകുന്നുണ്ട്. പയറിൻ്റെ ഒരു പ്രശ്നം നോക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് അരിയുമ്പോൾ കയ്യങ്ങ് കഴിക്കും. അരിയാൻ പറ്റിയത് ആരെങ്കിലും ഇരിക്കുന്നതാണ്, തന്നെ അരിഞ്ഞല്ലേ പറ്റൂ. മഴയാണ്, രാവിലെ തൊട്ട് മഴ. ഇപ്പം അങ്ങ് മഴയാണ്. സൂര്യനെയൊക്കെ കണ്ടിട്ട് ദിവസം കുറയായി മഴ കാരണം. തുണി ഉണങ്ങുന്നില്ല, തുണി കഴുകുന്നുണ്ട്, ഉണങ്ങണ്ടേ. പിന്നെന്നാണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കുഞ്ഞിപ്പം നേരം ഉറക്കം. എന്തോ പറ്റിയുണ്ടോ? കുഞ്ഞ് നേരത്തെ ഉറങ്ങും. ഞാൻ 7:50 ആയപ്പോൾ ഉറങ്ങും കേട്ടോ. ഇപ്പം ഉറക്കം ശരിയായില്ല. ആ രാത്രി കളിയും കൊണ്ട് ഇരി ഉറങ്ങട്ടെ തന്നെ. എന്തെങ്കിലും ഉറങ്ങി ഇപ്പോൾ ഉണരും. മഴയാണ്, മഴ വെറുതെ. വയറ് പോരാൻ അറിയുന്നതാണ്. കൈ വേദനയെടുക്കുന്ന മനുഷ്യനാണ്. ചെയ്തല്ലേ പറ്റൂ, നീങ്ങായിപ്പോയില്ലേ. മറ്റുള്ളവരെ അറിയാൻ കാര്യത്തിൽ തലയിടാനൊന്നും നേരില്ല. പണ്ടൊക്കെ കുറച്ചൊക്കെ ഞാനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം അതിനൊന്നും സമയമില്ല. ബാത്റൂമിൽ പോകാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല, സത്യം പറയാലോ. ഒരു കൊച്ചിനെ നോക്കാം, അവളൊന്ന് അങ്ങാടി പോയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊന്നും. എൻ്റെ അമ്മ ഇങ്ങനെ ആയിരിക്കും എന്നെ നോക്കിയതല്ലേ. എന്നെ നല്ല എല്ലാ അമ്മമാരും മക്കളെ ദൈവം എന്തുമാത്രം അവരുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ച് നമ്മളെങ്ങനെ നോക്കി പൊടിഞ്ഞ് കൊണ്ട് നടക്കും. നമ്മൾ വല്ലാകുമ്പോൾ തോന്നിയാസം കാണിച്ച് കണ്ടവൻ്റെ പുറകെ പോകും. അപ്പോൾ നമ്മളിതൊന്നും ചിന്തിക്കത്തില്ല. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ അമ്മ നമ്മളെ ഇതേപോലെ അച്ഛനും അമ്മയും. അച്ഛൻ ജോലിക്ക് പോയെങ്കിലല്ലേ നമ്മളെ നോക്കാൻ പറ്റൂ. അമ്മ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആഹാരം വന്ന് നമ്മളെ സമയം ഓരോ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചെയ്ത്. പിന്നെ വലുതാകുമ്പോൾ വഴക്കൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. പക്ഷേ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം അടി കിട്ടാനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മളെ അടിച്ചിട്ടില്ല. പക്ഷെ വലുതാകുമ്പോൾ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചാൽ നമുക്ക് സ്പോട്ടിലടി കിട്ടും, കടി കിട്ടും, വഴക്കം കിട്ടും, വിലച്ചീത്ത ഒളിഞ്ഞ് കിട്ടും. അതൊക്കെ ഒരു കാലം. ഇനിയിപ്പൊന്ന് വളർന്ന് അല്ലാണ്ട്
എന്നോട് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കാം. അപ്പം ഞാനും ചിന്തിക്കും, ഇന്ന് വലുതാകുന്നതിനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വരുവടിയെന്ന് സാധനം. പിന്നെ ലോകം എന്താണെന്ന് പോലും അറിയത്തില്ല. കഴിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. പിന്നെ ഒരുപാട് പയർ വെച്ച് എനിക്ക് കരിയാൻ കേട്ടത് എത്ര ഇതാണ് 4 പയർ വെച്ചിട്ടാണ് ഞാൻ അരിയുന്നത്. എൻ്റെ മമ്മിയാണെങ്കിൽ ഒരു കൈ നിറച്ച് പയർ നോക്കിയിട്ട് ഇങ്ങനെ അരിയും. എനിക്ക് കുറച്ചരിയുമ്പോൾ തന്നെ കൈ കഴിക്കും. അതാണ് എൻ്റെ ഒരു അവസ്ഥ. മഴയായി എപ്പോഴും. രാവിലെ ദോശയും മുട്ടക്കറിയും കഴിച്ചു. പക്ഷെ എനിക്ക് ചോറ് കഴിച്ചെങ്കിൽ മനസ്സിനൊരു സമാധാനവും സംതൃപ്തിയും ഒക്കെ വരത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ഇതൊക്കെ തന്നെ. പിന്നെ എൻ്റെ യൂട്യൂബ് ഒന്നും കയറി വരുന്നില്ല കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയാനാണ് ബാക്കി നമുക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കൈ വഴക്കുമ്പോഴേ അത് വെക്കില്ലുള്ളൂ. പിന്നെ കൊച്ചിന് വേണ്ട കേട്ടോ പയറ്. കൊച്ചാക്കണം കുഞ്ഞ് കഴിച്ചിട്ടേ അതെന്താണോ എന്താ പയറിനോട് മെഴുക്ക് വരട്ടി വെച്ചാൽ പയറ് വേണ്ട, പയറ് വേറെ വെച്ചാൽ ഇത് ഒരിയും പയറായതുകൊണ്ടാണോ ഉണ്ട്. ചോറൊക്കെ വേണ്ടോ നിങ്ങൾക്കൊക്കെ? അതന്നെ നിൽക്കാതെ കഴിച്ച് അങ്ങനെ ലോകത്തെത്തി. ഇവിടെ കഴിക്കാൻ പ്രാവുന്നുണ്ടായിരിക്കും. കള്ള പിന്നെ റെസ്റ്റ് ചെയ്യുന്നൂടെ എന്ന് പറഞ്ഞുണ്ട്. പിന്നെ ഇത് ബാക്കി വിശേഷങ്ങളുമായി കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൈയടപ്പ് മാറാൻ വേണ്ടി മഴയൊക്കെ ചെറിയ മഴയുള്ളൂ. കണ്ട വെള്ളം ഉണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ കൈക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കട്ടെ. ഓക്കെ, ബൈ. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരാം.